Hi friends, welcome back. എൻ്റെ പേര് ശ്രീജിത്ത്. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്തുകൊണ്ട് ഒരു ഇൻകം പാർഷ്യലായിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സോ ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ട് വെബ്സൈറ്റ്സ് ആണ്. സോ ഈ വെബ്സൈറ്റ്സൊക്കെ എന്താണുള്ള ഗുണമെന്ന് വെച്ചാൽ പല സ്റ്റുഡൻസിനും ഹൈസ്കൂളായിട്ടുള്ള സ്റ്റുഡൻസിന് അവർക്ക് ചിലപ്പോൾ അസൈൻമെൻറ്റോ ഹോംവർക്കോ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കത് എങ്ങനെ ചെയ്യണമെന്ന് അറിയണ്ടാവില്ല. അതിന് ഇങ്ങനത്തെ ഈ ടോപ്പിക്സ് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ടുള്ള നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, സോഷ്യൽ സ്റ്റഡീസ്, ജനറൽ ക്വസ്റ്റ്യൻസ്, സൈക്കോളജി ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് അറിയാത്ത സ്റ്റുഡൻസ് എന്ത് ചെയ്യും, അവർക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന രണ്ട് വെബ്സൈറ്റ്സിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ അവർ നമുക്ക് പേ ചെയ്യും. അതാണ് ഈ സിസ്റ്റം, എന്താ പറയുക, ഈ ബിസിനസ് മോഡൽ അങ്ങനെയാണ്. സോ ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ പറയാൻ പോകുന്നത്. ഞാനിൽ ഫുൾ A to Z കാണിക്കുന്നുണ്ട്. എങ്ങനെ ചെയ്യാം, എങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് എങ്ങനെ അക്കൗണ്ട് പോയി എങ്ങനെ ആൻസർ ചെയ്യാം, അതുപോലെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാം ചെയ്യേണ്ടത്, പ്ലസ് കുറച്ചുകൂടി റവന്യൂ കൂട്ടാനുള്ള മെത്തേഡ്സ് അങ്ങനെ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. രണ്ട് വെബ്സൈറ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് കുറച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡല്ല. പകരം നിങ്ങൾക്ക് കുറച്ച് ഗ്രാജുവലായിട്ട് നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് അറിയുന്ന നോളേജുള്ള നിങ്ങളുടെ നോളേജ് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ കാശ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. സോ ഫുള്ളായിട്ട് കാണാം. പ്ലസ് നമ്മുടെ ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലസ് ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. സോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ മെത്തേഡ്സ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടും. പ്ലസ് അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പെട്ടെന്ന് ബാക്കിയുള്ളവർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സോട് ഷെയറിങ് ചെയ്യണം. സോ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പുതിയതായിട്ട് വീഡിയോസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ പോകേണ്ടത് schoolsolver.com എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റാണ്. സോ ഞാൻ ഇന്ന് ഇത് കാണിക്കാൻ പോകുന്നത് രണ്ട് വെബ്സൈറ്റ്സ് ആണ്. സോ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. സോ ഈ വെബ്സൈറ്റ്സിലൊക്കെ നാവിഗേഷനും വളരെ എളുപ്പമാണ്. ജസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ കുറേ അവിടെ ഇവിടെയും ക്ലിക്ക് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. എല്ലാം ഡയറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റാണ്. സോ ആദ്യം നിങ്ങൾ പോകേണ്ടത് schoolsolver.com എന്ന വെബ്സൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ അടുത്ത വെബ്സൈറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് വെച്ച് ഡയറക്റ്റായിട്ട് ഈ വെബ്സൈറ്റിലേക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ schoolsolver.com എന്ന് സെർച്ച് ചെയ്യുക. സോ ഈ വെബ്സൈറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻസിന് ഹോംവർക്ക് അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്സിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ ഉള്ള ക്വസ്റ്റിനെ കുറിച്ചിട്ട് അവർക്ക് ആൻസർ അറിയത്തില്ല. സോ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ഇൻ്റർനെറ്റിൽ ഈ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും ഈ ക്വസ്റ്റിന് ആൻസർ ആരാണ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ അയാൾക്ക് ഞാൻ ഒരു $5 അല്ലെങ്കിൽ ഈ ക്വസ്റ്റിന് ഞാൻ $10 കൊടുക്കുന്നു. അങ്ങനെ പല റേറ്റ് ഫിക്സ് ചെയ്തിട്ട് സ്റ്റുഡൻസ് തന്നെയാണ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് അവരത് പോസ്റ്റ് ചെയ്യും. സോ നമ്മൾ അതിന് ആൻസർ ചെയ്തിട്ട് ആ ആൻസർ അവർക്ക് കറക്റ്റായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർ നമുക്ക് ആ എമൗണ്ട് തരും. സോ മോസ്റ്റ്ലി നമ്മൾ കറക്റ്റായിട്ട് ആൻസേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഇതായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ സബ്മിറ്റ് ചെയ്ത് അവർ എത്രയാണ് തരാൻ പറഞ്ഞാൽ അത് നമുക്ക് ആ കാശ് നമുക്ക് കിട്ടും. സോ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇതവിടെ ആസ്ക് എ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പാർട്ടല്ല ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. കാരണം നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടല്ലല്ലോ പോകുന്നത്, നമ്മളൊരു ഹെൽപ്പ് ചെയ്യാനുള്ളതായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങളിവിടെ ആൻസർ ക്വസ്റ്റ്യൻസിന് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ സൈക്കോളജിയിലൊരു ക്വസ്റ്റ്യനാണ്, റിസർച്ച് സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് ആ ക്വസ്റ്റ്യൻ ഒരു ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതേപോലെ ഡ്യൂ ഡേറ്റ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. സോ നമുക്ക് ചിലർക്ക് ഇത് ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അർജൻറ്റായിട്ട് അവർക്ക് വേണ്ടതാണ്. സോ അങ്ങനെ പലതുണ്ട്. ബയോളജിയിലുണ്ട്, എഞ്ചിനീയറിംഗിലുണ്ട്, അപ്പുറം ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ ഹെൽത്ത് കെയർ, അങ്ങനെ എല്ലാ സെക്ടറിലും ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എഞ്ചിനീയറിംഗിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്താൽ ആ ക്വസ്റ്റ്യന് $2 അവർ പറഞ്ഞിരിക്കുന്നത്. സോ എല്ലാവർക്കും നമ്മൾ ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവർക്കും കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ചെയ്യണത് ആ സ്റ്റുഡൻറ്റിന് മാത്രം കാണാൻ പറ്റും. ഇല്ല ഇപ്പോൾ ഈ ക്വസ്റ്റ്യന് ആൻസർ നമുക്കും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണം. അതായത് ഞാനൊരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണോ ചെയ്തത് അയാൾ $2 അയാൾക്ക് പോകും. പിന്നെ വേറൊരാൾക്ക് അത് വാങ്ങണമെങ്കിൽ പിന്നെ നമുക്ക് $2 കിട്ടും. അതായത് ഒരു ആൻസർ വെച്ച് നമുക്ക് കുറേ കാശ് ഉണ്ടാക്കാൻ പറ്റും. അതേ സിമിലർ ക്വസ്റ്റ്യൻസ് വേറെ പലവർക്കും ആവശ്യം വന്നതിൽ നമുക്ക് അതിനനുസരിച്ച് കാശ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സൊല്യൂഷൻ ഇതിൻ്റെ ആൻസർ എനിക്ക് വേണമെങ്കിൽ $2 ഞാൻ പേ ചെയ്യണം, അല്ലെങ്കിൽ പേപ്പാൾ അല്ലെങ്കിൽ സ്ട്രൈപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിന് പേ ചെയ്യണം. സോ ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്യണത് വളരെ സേഫ് ആയിട്ടിരിക്കും. അതുപോലെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ 33 വേർഡ്സിലാണ് അയാൾ ആൻസർ ചെയ്തിരിക്കുന്നത്, എപ്പോഴാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നോക്കിയ സതീഷ്, എനിക്ക് തോന്നുന്നത് ഒരു ഇന്ത്യനാണ്.
സോ ഇന്ത്യൻസ് കുറേ പേരുണ്ട് വെബ്സൈറ്റ്സിൽ, നമുക്ക് വളരെ അധികമായിട്ട് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഏത് ഫീൽഡിലാണ് നിങ്ങൾ എക്സ്പെർട്ട് ചെയ്യുക, നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയെങ്കിൽ ആ ഫീൽഡിൽ നിങ്ങൾക്ക് ഇതിൽ ആൻസർ ചെയ്യാം. അങ്ങനെ നമ്മൾ എല്ലാത്തിലും ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയണത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് കൊടുത്താൽ മതി. അതിനായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാം. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, എന്നിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്കുള്ള കുറച്ചൊരു ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് രജിസ്റ്റർ എന്നുണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യാം. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈനപ്പ് പേജിലേക്ക് പോകും. സോ നിങ്ങളിവിടെ നിങ്ങളുടെ ഒരു യൂസർ നെയിം കൊടുക്കുക, ഒരു ഇമെയിൽ ID, ഒരു പാസ്വേഡ് കൊടുത്തിട്ട് ഫിനിഷ് രജിസ്ട്രേഷൻ എന്ന് കൊടുക്കുക. സോ ഞാൻ ആൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞാനത് രണ്ടാമത് രജിസ്റ്റർ ചെയ്യണില്ല. സോ നിങ്ങൾ ജസ്റ്റ് ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കും ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യും. ഞാനിപ്പോൾ അത് അതാണ് കാണിക്കാൻ പോകണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തു. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ബേസിക് റിക്വയർമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം എന്താ പറയുക, നമ്മൾ ഏതൊക്കെ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്, ഏതൊക്കെ ഡിഗ്രി ഉണ്ട്, അങ്ങനെയൊന്നും ആരും ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇതൊരു മെയിനായിട്ട് അവർക്ക് എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും പിന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിരിക്കണം, ഈ ക്വിസ് പാസ്സാവണം. അതേപോലെ മാത്തമാറ്റിക്സ് പാസ്സാവണമെങ്കിൽ ഈ ക്വസ്റ്റ്യനുള്ള ഈ ക്വിസ് നിങ്ങൾ പാസ്സായിരിക്കണം. സോ ഏത് ബേസ് ഇതാണോ നിങ്ങൾ ചൂസ് ചെയ്യണം, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസേഴ്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ അതൊരു ജസ്റ്റ് ഒരു വളരെ മിനിമം ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണ്. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ സ്കോറിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് ചെയ്യാം. അതെനിക്ക് ഒരു പാസിംഗ് സ്കോറാണ് അവർക്കുള്ളത്. ആ പാസിംഗ് സ്കോർ നിങ്ങൾ ഫിനിഷ് ചെയ്താൽ പിന്നെ ആ ക്വസ്റ്റ്യനിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ചെയ്യാം. അത് ഉറപ്പായിട്ടും, കാരണം സ്പാമായിട്ട് അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വെറുതെ ആൻസർ ചെയ്യാനായിട്ട് പകരം കുറച്ച് നോളേജ് ഉള്ള ആൾക്കാർ ചെയ്യണമെന്ന് വെച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡ് എടുക്കുക, എന്നിട്ട് അതിന് നിങ്ങൾ ടെസ്റ്റ് എഴുതിയിട്ട് അതിന് ആൻസർ ചെയ്യണം ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അതിന് ഈ വെബ്സൈറ്റിൽ ഡെയിലി ഓരോ ഹവറിലും ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ അപ്പോൾ ലോഗിൻ ചെയ്തിട്ട് അപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. പിന്നെ അവർ മെയിനായിട്ട് പേയ്മെൻറ്റ് അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് 2 മെത്തേഡാണ്. അതായത് പേപ്പാലും സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ടാണ്. 2 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ്. സോ Paytm ഓപ്ഷൻ ഇല്ല, പേപ്പാൽ ഓപ്ഷനേ അവർക്കുള്ളൂ. സോ ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. സോ നിങ്ങളിതിൽ ഒരു കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഇതിപ്പോൾ നല്ലൊരു സ്റ്റേജിലാണ് ഈ വെബ്സൈറ്റ്. അതായത് തുടങ്ങി കുറച്ച് കാലമാവും ചെയ്തു, അത്ര അധികം ടീച്ചേഴ്സും ഇല്ല. സാധാരണ ക്വസ്റ്റ്യൻസ് കുറേ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. സോ നമ്മളിതിൽ കുറച്ച് എഫേർട്ട് എടുത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിന് വളരെയധികം ഫ്യൂച്ചറുള്ളൊരു വെബ്സൈറ്റാണ്. നിങ്ങൾക്കൊരു ഫുൾ ടൈം ഇൻകം പോലെ നിങ്ങൾക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. സോ മെയിനായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു 300 വേർഡ്സിനാണ് അവർ ആൻസർ ഹോംവർക്ക് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ തരികയാണെങ്കിൽ, നിങ്ങളൊരു കറക്റ്റായിട്ട് 300 വേർഡ് സബ്മിറ്റ് ചെയ്യാതെ ഒരു 400-450 വേർഡ്സ് സബ്മിറ്റ് ചെയ്തിട്ട് അവരോട് പറയാം, ആക്ച്വലി നിങ്ങൾ 300 ചോദിച്ചത്, പക്ഷേ ഞാൻ ആൻസർ ചെയ്ത് കറക്റ്റായിട്ട് ആൻസർ ചെയ്തപ്പോൾ എനിക്ക് 400-450 വേർഡ്സ് വേണ്ടി വന്നു. സോ അല്ലെങ്കിൽ ഞാനൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ അവർക്ക് നിങ്ങളോട് കുറച്ചൊരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ട് അവർ നിങ്ങൾക്ക് നല്ല റിവ്യൂ തരും. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് നല്ല റിവ്യൂ കിട്ടി നല്ല യൂസേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ചാൽ, ചില സ്റ്റുഡൻസ് ചിലപ്പോൾ ഇയാളുടെ അടുത്ത് നല്ല ആൻസേഴ്സ് വന്നു കഴിഞ്ഞാൽ അടുത്ത തവണ ഡയറക്റ്റായിട്ട് നിങ്ങളോട് ചോദിക്കും. അതായത് അവർ ഡയറക്റ്റായിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യാതെ ഞാൻ $5 തരാം, എനിക്ക് ഇതിന് ആൻസർ പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വരും. സോ അങ്ങനെ കിട്ടുന്ന കസ്റ്റമേഴ്സിനെല്ലാം, കിട്ടുന്ന സ്റ്റുഡൻസിനെല്ലാം നിങ്ങൾ റീറ്റെയിൻ ചെയ്യാൻ നോക്കുക. മാക്സിമം നിങ്ങൾ കറക്റ്റായിട്ട് ആൻസേഴ്സ് കൊടുത്തിട്ട് അവരുടെ നമ്മൾ കുറച്ച് ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് കാശ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത് അത് കുറച്ച് ലോങ് ടേം തിങ്കിങ് ഉള്ളവർ കുറച്ചും കൂടി ടൈം എടുത്തിട്ട് നല്ല ആൻസേഴ്സ് കൊടുത്തിട്ട് നല്ലൊരു സ്റ്റുഡൻറ്റിനെ കസ്റ്റമറായിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കാശ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇതേപോലെ അവർ ആ സ്കൂൾ ഫിനിഷ് ചെയ്യുന്ന ടൈം ഫുള്ള് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുക. അതിനുള്ള കുറേ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്നത് പുറത്തുള്ള രാജ്യങ്ങൾ, അമേരിക്ക, അങ്ങനെ പല രാജ്യങ്ങളിലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള കുറേ കാശും ഉണ്ടാക്കാൻ പറ്റും. കാരണം അവർക്കൊക്കെ $2 $3 എന്ന് പറയുമ്പോൾ അവർക്ക് അത്രയില്ല. പക്ഷെ നമ്മളത് കൺവേർട്ട് ചെയ്യുമ്പോൾ എല്ലാം കമ്പ്യൂലേറ്റ് ചെയ്ത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് ആയിട്ട് കിട്ടും. നമുക്കൊരു പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു തന്നെ സൈഡ് ബിസിനസ് പോലെ തന്നെ അത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് വെബ്സൈറ്റ്. സോ അടുത്ത വെബ്സൈറ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അടുത്ത വെബ്സൈറ്റിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ helpwithassignment.com എന്ന
വെബ്സൈറ്റാണ്. സോ ഇവിടെ നിങ്ങൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് ഉണ്ട് നിൽക്കുക, അല്ലെങ്കിൽ അത് ഞാൻ എക്സാമ്പിൾ കാണിക്കാം. അതായത് ഇപ്പോൾ സൊല്യൂഷൻ ലൈബ്രറിയിൽ പോയി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതായത് എങ്ങനത്തെ ടൈപ്പ് ആയിട്ടുള്ള അസൈൻമെൻറ്റ്സ് ആണ് ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം, കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പറയാം ഇതിൽ എങ്ങനെ ചെയ്യേണ്ടത്. മറ്റേ വെബ്സൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആക്ച്വലി ഈ വെബ്സൈറ്റിൻ്റെ വർക്കിംഗ് മെത്തേഡ്. ഓക്കെ, സോ ഇപ്പോൾ ഞാനൊരു ഫിസിക്സ് എടുക്കാം, അല്ലെങ്കിൽ ഫിസിക്സ് ഓക്കെ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓക്കെ, ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സിലുള്ള സൊല്യൂഷൻസ് ഓൾറെഡി പ്രൊവൈഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ കാണിക്കാം ഇവിടെ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓക്കെ നോക്കൂ, കാൽക്കുലേഷൻ ഓഫ് ആവറേജ് ആക്സിലറേഷൻ ഓഫ് സ്പേസ് സ്കൂട്ടർ. ഇതിനെ കുറിച്ചിട്ട് ഒരാൾ ഒരു അസൈൻമെൻറ്റ് ചെയ്തിട്ട് അത് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അയാളത് ഫ്രീ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്കും ചെയ്യാം, ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടും അപ്ലോഡ് ചെയ്യാം. അത് നമ്മുടെ വിഷാണ്. കാരണം അവർ കുറച്ചും കൂടി പ്രൊഫൈൽ ഇവിടെ കുറച്ച് റിവ്യൂസും കുറച്ച് പ്രൊഫൈൽ നല്ലതായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഫ്രീ ആയിട്ട് ആൻസേഴ്സ് ചെയ്തിട്ട് $0. ഇതിന് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് $0 ആയിട്ടാണ്. സോ അതുകൊണ്ട് സ്റ്റുഡൻസിന് ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ടും അസൈൻമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഈ വെബ്സൈറ്റിൽ. സോ നിങ്ങൾക്ക് അതേപോലെ എന്താ പറയുക, പെയ്ഡ് ആയിട്ടും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചാണ് എങ്ങനത്തെയാണ് ഇവർ ചെയ്യണത്. സോ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഫസ്റ്റ് നമുക്ക് കാണാം വൺ അസൈൻമെൻറ്റ് ഹെൽപ്പ് സർവീസ് പ്രൊവൈഡർ, പ്രൈസിങ് സ്റ്റാർട്ട്സ് അറ്റ് പെർ പേജ് $9.5. അതായത് നിങ്ങൾ എഴുതുന്ന ഒരു പേജിന് നിങ്ങൾക്ക് $9.5 എമൗണ്ട് കിട്ടും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എഴുതുന്ന ഒരു അസൈൻമെൻറ്റ്, അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക. നിങ്ങളിപ്പോൾ ഈ എന്താ പറയുക ഇവിടെ വന്ന് നോക്കുക, എന്താ പറയുക സൊല്യൂഷൻ ലൈബ്രറിയിൽ വന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. അതായത് നിങ്ങൾക്ക് ഫിസിക്സിലാണ് ഇൻട്രസ്റ്റിംഗിൽ നിങ്ങൾ ഈ സൊല്യൂഷൻ ലൈബ്രറിയിൽ വന്ന് നോക്കിയിട്ട് എന്താ പറയുക ഫിസിക്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ ടോപ്പിക്സാണ് അധികം സ്റ്റുഡൻസ് റീഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ കുറിച്ചിട്ട് നിങ്ങളൊരു അസൈൻമെൻ്റ് ആയിട്ട് എഴുതുക. എന്നിട്ട് അതിവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, ആ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ പേജിനനുസരിച്ച് നമുക്ക് പ്രൈസ് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സർവീസസ് നോക്കുകയാണെങ്കിൽ ഇത്രയും സർവീസിനെ കുറിച്ചിട്ടുള്ള ഇതുണ്ട്, എന്താ പറയുക, നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എഞ്ചിനീയർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ MBA കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോന്നിനും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് അസസ്മെൻറ്റ് ഹെൽപ്പ് ടെസ്റ്റ് അതിൻ്റെ കുറിച്ചിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ സ്റ്റുഡൻസ് എന്താ പറയുക, അവർക്ക് വേണ്ട ഹെൽപ്പ് അവരിവിടെ അപ്ലോഡ് ചെയ്യും, അസൈൻമെൻറ്റ് റിക്വസ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിളിന് എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അസൈൻമെൻറ്റ് ഹെൽപ്പ് എന്ന് പോകുമ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇതിൽ പോവുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഈ ടോപ്പിക്സിലൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമുക്ക് ചെയ്യേണ്ട തരത്തിലുള്ള ഇത് വരും. സോ ഇതും മറ്റേ വെബ്സൈറ്റ് പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചൊരു ഡിഫറെൻ്റ് ഉണ്ട്. മറ്റത് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൻസർ, ഇത് കുറച്ചും കൂടി വലിയ വെബ്സൈറ്റാണ്. പിന്നെ പേയ്മെൻറ്റും കുറച്ചുകൂടി ഡിഫറൻസ്. അതുകൊണ്ട് സ്റ്റുഡൻസ് ഫിക്സ് ചെയ്യുന്ന റേറ്റ് ആണ്. അതായത് ഒരു അസൈൻമെൻറ്റ് ചെയ്താൽ ഞാൻ എത്ര തരും, ഇത് അങ്ങനെയല്ല, ഇത് നിങ്ങൾ എഴുതുന്ന പേജിനാണ് ഇതിൽ കാശ്. ഈ വെബ്സൈറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അധികം ഇന്ത്യൻസ് ആണ് ഈ വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നത്. സോ ഇതൊക്കെ നല്ലൊരു പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. സോ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള 2 വെബ്സൈറ്റ്സ് ആണ് ഇത്. സോ നിങ്ങൾക്ക് കുറച്ച് പഠിച്ച് നിങ്ങളുടെ ഏത് ടോപ്പിക്കാണ് നിങ്ങൾ എടുക്കുക. നമുക്ക് ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കോൺഫിഡൻസ് നിങ്ങളുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾ പോവുക, ഈ 2 വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ എന്നാൽ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റ് ഐഡിയ കിട്ടും. അതായത് എങ്ങനെയാണ് ആൻസർ ചെയ്യണം, എങ്ങനെ ആൻസർ നിങ്ങൾക്ക് നല്ല റിവ്യൂ കിട്ടും, നല്ല സ്റ്റുഡൻസിനെ എങ്ങനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ആൻസേഴ്സ് എങ്ങനെ കൊടുക്കാം, അതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ അത് വെച്ച് ചെയ്യുക. പിന്നെ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേയ്മെൻറ്റും പേപ്പാൽ യൂസ് ചെയ്തിട്ടാണ്, Paytm ഇല്ല. സോ ഇവരുടെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇത് ഇവിടെ പിങ് ചെയ്താൽ മതി ഇവരോട്, അവർ ഇമ്മീഡിയറ്റ് റെസ്പോണ്ട് ആയിട്ട് തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ support@help-with-assignment.com അവർക്കും ഇമെയിൽ അയച്ചാൽ മതി. സോ ഈ 2 മെത്തേഡ് വെബ്സൈറ്റ്സും ട്രൈ ചെയ്ത് നോക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യും. ഓക്കെ, സോ അപ്പോൾ ഹോംവർക്ക് ചെയ്തിട്ട് എങ്ങനെ കാശ് ഉണ്ടാക്കാന്ന് മനസ്സിലായില്ലേ. പണ്ടൊക്കെ നമ്മൾ ഹോംവർക്ക് നമ്മുടെ സ്വന്തം ഹോംവർക്ക് നമ്മൾ ചിലപ്പോൾ ചെയ്യാതൊക്കെ പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇനി നമുക്ക് ബാക്കിയുള്ളവർക്ക് ഹോംവർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ കാശ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഈ അടിപൊളി ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.
പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.